फोटो फोटो खींच सकते हैं, फोटो खींच सकते हैं बाहर। हाँ खींच सकते हो बाहर। അതെയാ ഇരിക്കട്ടെ, ഇത് കംപ്ലീറ്റ് ആക്കട്ടെ. അല്ല കംപ്ലീറ്റ് ആക്കട്ടെ, കഴിയാനേ. 2 മിനിറ്റ് അവിടെ ഇരിക്കുന്ന നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ദേവി. എരിഞ്ഞ ശൂലമാണ് വധത്തിന് ശേഷം, ചണ്ഡമുണ്ടാസുര വധം ചെയ്തതിന് ശേഷം ദേവി എരിഞ്ഞ ശൂലം ഇവിടെയാണ്, ഉത്തരകാശിയിലാണ് വന്ന് പതിച്ചതെന്ന്. ആ ശൂലത്തിൻ്റെ താഴോട്ടുള്ള അളവും മേലോട്ടുള്ള അളവും ഒന്നും ആർക്കും അളക്കാൻ കഴിയില്ല. എത്ര കാലം പഴക്കമുണ്ട് എന്നും ആർക്കും അറിയില്ല. അത്രയ്ക്ക് മഹത്തായ ശൂലമാണിത്. ദേവി ഭാഗവതത്തിൽ പറയുന്ന നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സർവത്ര. ബെല്ലടിക്കുന്ന ഒച്ച വരില്ലേ? മണം വരും. അല്ല ഇവിടെയൊക്കെ ഉണ്ടേ. ആണോ? ഇവിടെ പ്രദക്ഷിണം വെച്ചിട്ട് വരാം അല്ല. ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ദേവി അസുരന്മാരെ നിഗ്രഹിച്ചിട്ട് തിരിഞ്ഞ ശൂലം ഇവിടെ വന്ന് വീണു. പാതാളം വരെ അത് ഇറങ്ങിപ്പോയി. ആർക്കും അതിൻ്റെ താഴ്ച അളക്കാൻ കഴിയില്ലെന്ന് ആണ് പറയുന്നത്. നമ്മുടെ രാത്രിയിൽ ചേട്ടനാണ് ഇത് രാജേഷ്. കാശി വിശ്വനാഥൻ, പ്രാചീന കാശി വിശ്വനാഥൻ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഉത്തരകാശി. ഓം നമോ ഭഗവതേ വാസുദേവായ. കാശി വിശ്വനാഥ ക്ഷേത്രമാണ് ദേവി ഇവിടെ ശൂലത്തിൻ്റെ മുന്നിൽ കാണുന്ന ഈ ക്ഷേത്രം. ജയ ജയ ശ്രീ വിശ്വനാഥ്. ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. തൊഴുതു ഇറങ്ങി, ഇവിടെ തൊഴുതു, ഇവിടെ തൊഴുതു. ശിവായ ഓം നമ 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 ശിവായ
മൂന്ന് വരുണപർവ്വതം, അഗ്നിപർവ്വതം, പിന്നെ ഒരു പർവ്വതം, നാല് പർവ്വതങ്ങളുടെ നടുവിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ അഭിഷേക സമയമാണ്. ഓം നമോ ഭഗവതി. കടന്നൂടെ? ഓം ശരി. വന്ദേ കന്യകഭൂഷണം ജമകതരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കവഗ്നിമയം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജന